1 John chapter 1, 5-10. കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിൻ്റെ 1 തൊട്ട് ഏകദേശം 4 വരെയുള്ള വാക്യങ്ങളാണ് എടുത്തത്. ഇന്ന് 5 തൊട്ട് 10 വരെ. ദേ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് വാക്യമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുക. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ടു നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവിടെ വെച്ച് നിർത്താം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂത. ഈ ഒരു ഒറ്റ ദൂതാണ്. ദൈവം വെളിച്ചമാകുന്നു. ഹീസ് ദ ലൈറ്റ്. അവൻ ഭൂമിയുടെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സൂര്യനെയും പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും കൊടുത്തിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ പുറമേ കാണുന്ന വെട്ടത്തിന് വേണ്ടി. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അകത്തൊരു മനുഷ്യൻ്റെ വെളിച്ചം, അകത്തെ അന്തരാത്മ, ഇത് കെടാത്ത ഒരു വെട്ടത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ദൈവത്തിന് അവിടെ ദൈവത്തിന് നിഴലില്ല, സ്വർഗത്തിൽ നിഴലില്ല. എല്ലായിടത്തും ദൈവമാകുന്ന പ്രകാശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു ദൈവത്തെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. അവൻ വെളിച്ചമാകുന്നുവെന്ന്. അവൻ വെളിച്ചമെന്ന് പറയുമ്പം എൻ്റെ അകത്ത് ഒരിക്കലും കെടാത്തതായ ഒരു വെളിച്ചമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ കെടാത്തതായ ഒരു വെളിച്ചമുണ്ട് എങ്കിൽ ഭാരം വരുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. വചനം എടുത്ത് വായിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ദൈവം, നമ്മൾ കറക്റ്റായിട്ടുള്ള വചനം അതിന് ഉത്തരം തരും. അതല്ല എങ്കിൽ ദൈവം അതിനുള്ള മെസ്സേജ് തരും. അതല്ല ഡ്രീമിൽ കൂടെ, സ്വപ്നത്തിൽ കൂടെ സംസാരിക്കും. അതല്ല അതിന് സഹായിക്കാൻ ഒരാളിനെ വന്ന് നമുക്ക് പലപ്പോഴും ഉത്തരം ഉടനടി നമ്മൾ ഉദ്ദേശിക്കുന്ന കിട്ടുന്നില്ല എങ്കിലും ദൈവസന്നിധി നമ്മൾ അയക്കുന്ന ആ പ്രാർത്ഥനകൾക്ക് അപ്പം തന്നെ ഉത്തരം ദൈവം അയച്ചു തരും. അത് ചിലപ്പം ഉടനെയുള്ള ഉത്തരമായിരിക്കും, ചിലപ്പം വെയിറ്റ് ചെയ്യാൻ പറയും, ചിലപ്പോൾ അത് നിനക്ക് നല്ലതല്ല അതുകൊണ്ട് വേണ്ട എന്നുള്ളത്. പക്ഷേ ഇതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള ആധിയിലാണ് ഈ വചനവും പ്രാർത്ഥനയും കൊണ്ട് ചെല്ലുന്നത്. ആരോടാണ് ഈ പറയുന്നതെന്ന് ഞാൻ ഈ പ്രാവശ്യം എടുക്കുന്ന ഓരോ സെഷനിലും ദൈവത്തിൻ്റെ മഹത്വം അതേ തന്നെയാണ് ദൈവം കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം യോഹന്നാൻ പറയുന്നത് ദൈവം വെളിച്ചമാണ്, ഒരിക്കലും കെടാത്ത ഒരു വെളിച്ചം. ഇപ്പോൾ സൂര്യൻ പോലും അഴിഞ്ഞു പോകുന്നു വേദപുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ ആ ചൊല്ലുന്ന പോലെ ഭൂമിയെല്ലാം അഴിഞ്ഞു പോകും. വേറെ എന്നാലേ വെളിപ്പാടിൽ എടുത്തിട്ടുണ്ട് എന്നേക്കുമായിട്ടുള്ള പ്രകാശം. യെശയ്യായി പറഞ്ഞിട്ടുണ്ട്, പകൽ സൂര്യനല്ല രാത്രി ചന്ദ്രനല്ല നിനക്ക് വെളിച്ചം തരുന്നത്, പിന്നെയോ നിത്യപ്രകാശമാണ് യഹോവ. അപ്പം നിത്യമായ പ്രകാശത്തെ കാണുന്നവർക്ക് ഈ ലോകത്തിലത് നേടിയെടുക്കണം. അതിന് എന്ത് പ്രൈസ് കൊടുത്താലും എന്ത് വില കൊടുത്താലും ഞാനത് പ്രാപിച്ചെടുക്കണം. ഒരു പക്ഷേ ഈ ഒരു വാക്യം വന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുകയായിരിക്കും. ആ വെളിച്ചം എനിക്കുണ്ടോ? ആ വെളിച്ചം ക്രിസ്തുവാണ്. ഭൂമിയിൽ ജീവനുള്ള വെളിച്ചമായിട്ട് നിൽക്കുന്നത് ക്രിസ്തുവാണ്. അവനിൽ ഇരുട്ടില്ല. അവൻ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന് മനുഷ്യരൂപമെടുത്ത് വന്നു എന്ന തൻ്റെ ഗ്ലോറി മുഴുവൻ അല്ലെ മഹത്വം മുഴുവൻ സ്വർഗത്തിൽ ഒഴിഞ്ഞു വെച്ചിട്ട് മനുഷ്യനായിട്ട് വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പാപത്തിൽ ഇരുട്ടിൽ ജീവിക്കുന്ന നമുക്ക് നിത്യമായ പ്രകാശത്തെ തരാൻ വേണ്ടിയാണ്. ആ നിത്യമായ പ്രകാശം നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കാമെന്ന് വിചാരിക്കേണ്ട. ദിസ് ഈസ് ആക്ച്വലി റിസീവ്ഡ് ബൈ ഓപ്പണിങ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു വെച്ച് കൊടുത്തിട്ട് ഐ നീഡ് യു. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ പ്രയാസമുള്ള കാര്യമല്ല. ബിക്കോസ് ദാനമായിട്ട് ദൈവം തന്നിരിക്കുന്ന രക്ഷ, അതിനൊരു ബാപ്റ്റിസമോ അതിനവിടെ ഇവിടെയും പോയി ഒന്നും ചെയ്യൊന്നും ആവശ്യമില്ല. റോമർക്ക് എഴുതിയ ലേഖനം 10:9 അവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മൾ അവനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിനകത്ത്. അത് പരിശുദ്ധാത്മാവാണ് ആ അവെയർനെസ് ഇട്ട് തരുന്നത്. വേറെ ആർക്കും അത് ചെയ്യാനൊക്കത്തില്ല. അപ്പം പലപ്പോഴും നമ്മൾ പ്രയത്നിക്കുന്നത് പരിശുദ്ധാത്മാവിലല്ല എങ്കിൽ വെറുതെ സമയം കളയുകയാണ്. ഇപ്പം ഞാനൊരു ലോയറാണ്, ഹസ്ബൻഡ് ഡോക്ടറാണ്, പിന്നെ മറ്റുള്ളവർ സയൻറ്റിസ്റ്റ് ആയിരിക്കാം, പ്രൊഫസറായിരിക്കാം, നേഴ്സായിരിക്കാം, ടീച്ചറായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെ ദിനം പ്രതി ജോലി ചെയ്യുന്നവരായിരിക്കും, ദിവസക്കൂലി. ഇവരെല്ലാം ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ്. ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, നീ ഭൂമിയിൽ ജീവിച്ചപ്പം ദൈവ വെളിച്ചം കണ്ടോ? ദൈവ വെളിച്ചം കാണാതെയാണ് ഈ ചെയ്യുന്ന എല്ലാം വെറുതെയാണ് നമ്മുടെ പ്രയത്നം. യെശയ്യാ 64 പറയുന്നു, 64:6 ഞാൻ വായിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും
കറ പിരണ്ട തുണി പോലെ. ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന്, നിന്നെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നതിനും ആരുമില്ല. നിൻ്റെ മുഖം ഞങ്ങൾ കാണാതെ വേണം നീ മറച്ചു വെച്ചു. ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചുമിരിക്കുന്നു. കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന യെശയ്യാ 64:5 എഴുതിയിരിക്കുന്ന എന്താ? 5-6 വാക്യമാണ് ഇനിയിപ്പം വായിച്ചത്. എന്താണ് ദൈവം എഴുതിയിരിക്കുന്നത്? എൻ്റെ നീതിപ്രവൃത്തികളെന്ന്. അത് തന്നെയാണ്, അല്ലാതെ അഴുക്ക് പ്രവൃത്തി എന്ന് പോലും അല്ല പറയുന്നത്. അഴുക്കിനെ കുറിച്ച് പറയാൻ വേണ്ട. എൻ്റെ നീതിപ്രവൃത്തികൾ മുഴുവനും ദൈവസന്നിധിയിൽ കറ പുരണ്ട വസ്ത്രം പോലെ ആകുന്നു. അത് വളരെ ഭയാനകരമായൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിലരൊക്കെ പറയാം, ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ഒരുത്തരുടെയും ഒന്നും എടുത്തിട്ടൊന്നുമില്ല, എനിക്ക് തന്നതുകൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചു. അതൊക്കെ ശരി, നല്ലത് തന്നെ, എല്ലാ നീതിപ്രവൃത്തി. പക്ഷേ ഹാവ് യു ഗോട്ട് ദി ഒറിജിൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ക്രിസ്തു അകത്തുണ്ടോ? നമ്മൾ ഉറവ തെറ്റിപ്പോകരുത്, ഉറവ ശരിയാക്കണം. എൻ്റെ ഉറവ ക്രിസ്തുവാണ്, എൻ്റെ ഉപനിധി പരിശുദ്ധാത്മാവ്. ഈ ക്രിസ്തുവിൻ്റെ ആത്മാവിനെയാണ്, ഈ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയാണ്. ആ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെന്ന് അവനവൻ ഉറപ്പിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ദൈവം വെളിച്ചമാകുന്നു, അവന് ഇരുട്ടൊട്ടുമില്ല എന്ന് ഞങ്ങൾ അവനോടുകൂടെ നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയും, ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറഞ്ഞു. കൂട്ടായ്മയുണ്ടെന്ന് പറഞ്ഞ് ഇരുട്ടെന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാപസ്വഭാവം ഇല്ല. പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ആത്മാവിലല്ല എങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി പാപം ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു പാപം ദൈവമുണ്ട് എന്ന് പറയുകയും പാപം ചെയ്യുകയും കൂടെ ഒന്നിച്ച് ചേരുന്നില്ല. അതുകൊണ്ടാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്, എനിക്ക് കൂട്ടായ്മയുണ്ട്, അവനോട് കൂട്ടായ്മ എന്ന് പറയും, ഇരുട്ടിൽ നടക്കുന്ന പറഞ്ഞാൽ അധർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതാണ്, ദൈവത്തിന് ചേരാത്തതായ, നീതീകരമല്ലാത്ത, മറ്റുള്ളവർക്ക് ഹാനികരമായിട്ടുള്ള, മറ്റുള്ളവരെന്ന് തന്നെ അവനവനെ തന്നെ അഴുക്കായിട്ട് ചിന്തിപ്പിക്കും പിശാച്. അതുകൊണ്ടാണല്ലോ സൂയിസൈഡ് ചെയ്യുന്നത്. എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാനൊന്നിനും കൊള്ളത്തില്ല. ആര് പറഞ്ഞു അത്? എന്നെ ആർക്കും ഇഷ്ടമില്ല. ആര് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണോ ചോദ്യം? സൃഷ്ടിച്ച ദൈവം പറഞ്ഞു, നിന്നെപ്പോലെ വേറൊരാൾ വേറെ ഇല്ല, ഞാൻ നിന്നെ അത്യന്തം സ്നേഹിക്കും, നീ ഒരാളെ ഉള്ളെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുക്കും. അങ്ങനെ പറയുന്നൊരു ദൈവം ഉണ്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും പറയുന്നതൊക്കെ, എൻ്റെ അത്രയും സൗന്ദര്യമുള്ളവർ വേറെ ആരുമില്ല. അവർ തന്നെ പറയുന്നതാണ്. അത് കേൾക്കുമ്പോൾ എനിക്കെന്തൊരു സന്തോഷമാണ്. അവരുടെ സൗന്ദര്യം അകത്താണ്, ഈ പുറമേ കാണുന്ന സൗന്ദര്യമല്ല. അത് ഉറപ്പ് വരുന്ന ക്രിസ്തു അകത്ത് വരുമ്പോഴാണ്. അന്നേരമാണ് ആര് ചെളി വാരി എറിയാൻ നോക്കിയാൽ അത് നമ്മളെ തൊടുകയില്ല. കാരണം വി ആർ ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ വെളിച്ചവും കൂടെ ചേരും. അപ്പോൾ നമ്മൾ പല വിറകുകൾ എടുത്ത് കത്തിക്കുകയാണ്. ഒരു വിറകെടുത്ത് ഒറ്റയായിട്ട് കത്തിച്ച് അതിന് ശക്തി കുറവാണ്. പക്ഷേ ഒരു 20 വിറക് ഒന്നിച്ചടുപ്പിച്ച് അങ്ങോട്ട് വെക്കുമ്പോൾ അതൊരു വലിയ തീയായിട്ട് മാറും. വലിയ വിറകിട്ടാൽ അത് അങ്ങ് മുകളിൽ വരെ വെട്ടം കാണാം, അല്ല തീയർ കാണാം. അതുപോലെയാണ് വിശ്വാസികൾ ഒന്നിച്ചു കൂടുന്നത്. ഇതൊക്കെ ആത്മാവുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. ആത്മാവുള്ളവർ 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാൽ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ പല പ്രെയർ റിക്വസ്റ്റ് ഉത്തരം കിട്ടാത്തത് എൻ്റെ കൂട്ട് അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിന് എന്നോട് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആളില്ലാഞ്ഞിട്ടാണ്. ചോദിക്കണം ദൈവത്തോട്. പിന്നെ ഒരു ഗുണമുണ്ട് പുതിയ നിയമത്തിൽ, നമുക്ക് ആര് പ്രാർത്ഥിക്കാനില്ലെങ്കിലും പരിശുദ്ധാത്മാവ് കൂട്ടുനിന്ന് പ്രാർത്ഥിക്കും. അതെന്തൊരു ഭാഗ്യപദവിയാണെന്നറിയോ? പരിശുദ്ധാത്മാവ് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് കാണിച്ചപ്പോൾ ദൈവത്തോടുള്ളൊരു കൂട്ടായ്മ വരുമ്പം ദൈവത്തോട് ചേർന്നവരുമായിട്ട് നമുക്ക് കൂട്ടായ്മ വരും. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. നമ്മളെ ശുദ്ധീകരിക്കുന്ന നമ്മൾ വള്ളം കൊണ്ട് കഴിയുന്നതുകൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ രക്തം, അവൻ്റെ രക്തം, അപ്പച്ചൻ്റെ രക്തം അല്ലാതെ പുത്രൻ തമ്പുരാൻ്റെ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ആ രക്തം നമ്മളെ കഴുകുന്നു എന്നും അത് ദിനംപ്രതി കഴുകുകയാണെന്നും എന്നെ ഓർപ്പിക്കണം. നമ്മളെ ഓർപ്പിക്കുകയാണ്. ഈ രക്തം വെറുതെ പോയതല്ല, ഇത് കർത്താവിൻ്റെ വിശുദ്ധ രക്തം. ഇത് മറുവിലയായിട്ട് കൊടുത്തതാണ്. പഴയ നിയമത്തിൽ മൃഗങ്ങളെ കൊടുക്കുമ്പോൾ അതിൻ്റെ രക്തവും വെള്ളവും കൂടെ തളിച്ചിട്ടാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ ചെന്നിട്ട് ശുദ്ധിയാക്കിക്കൊണ്ടേ ഇരുന്നത്. അത് കഴിയുമ്പോൾ മോശ ആ രക്തവും വെള്ളവും എല്ലാവരുടെയും തളിക്കുമാണ്, അതൊരു ശുദ്ധീകരണമാണ്. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ഒറ്റ ഒരു ആൻസറേ ഉള്ളൂ, യേശുവിൻ്റെ രക്തം, ക്രിസ്തുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, ക്രിസ്തുവിൻ്റെ രക്തം. ആ രക്തത്താലാണ് നമുക്ക് വീണ്ടെടുപ്പ് വന്നിരിക്കുന്നത്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മൾ ഇല്ലാതെയായി. ഈ പാപം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇരുട്ടിൽ നടക്കുന്ന ഒരുവന് പാപമുണ്ട്.
നമുക്ക് പാപം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ 2 തരത്തിലുള്ള പാപമുണ്ട്. ഒന്ന് നിത്യമായ നരകത്തിലേക്ക് പോകുന്ന വലിയ SIN, വലിയ ക്യാപിറ്റൽ S ഇട്ടുള്ള സിന്നാണ്. അത് എപ്പം മരിച്ചാലും നീ നരകത്തിലോട്ട് പോകും. പക്ഷേ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് ഓഫ് സിന്നുണ്ട്, സ്മോൾ s വെച്ചിട്ട് SIN, സിൻ. അത് പാപം അന്നുള്ള പാപങ്ങൾ. ആ പാപങ്ങൾ അറിയാതെ നമ്മളിൽ കയറി വരും. അതിനൊരു പോക്കുവഴി അടുത്ത വാക്യം ഈ യോഹന്നാൻ്റെ സുവിശേഷ ലേഖനത്തിലെ 1-ാം അധ്യായത്തിന് 1:9 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ക്രിസ്ത്യൻ ബാർ സോപ്പാണ്. അതെന്നും നമ്മൾ ഉപയോഗിക്കണം. അത് സോപ്പ് പോലെ കഴുകാൻ ഉപയോഗിക്കുന്നതാണ്. 1:9 ഞാൻ ആ വാക്യം പ്രധാനമായതിന് അതിനോട് എടുക്കുന്നത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ, പാപമില്ല, ജഡീക പാപങ്ങളാണ് ഇത് വരുന്നത്. വലിയ സിന്നിനെ നമ്മൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ അത് മാറി. നമുക്ക് നിത്യമായ നരകത്തിലൊക്കെ ഉള്ള ആ വഴി അടച്ചു കളഞ്ഞു. ഇനി അന്നുള്ള ചെറിയ ചെറിയ പാപങ്ങളാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. എന്താണ്? എന്നും അപ്പച്ചൻ്റെ രക്തമൊഴിച്ച് നമ്മളെ കഴുകി കഴിയുമ്പോൾ നമ്മൾ വിശ്വസ്തനും നീതിമാനും ആക്കാൻ തക്കവണ്ണം തൻ്റെ രക്തത്തിന് കഴിയും. അപ്പോൾ പാപം ഏറ്റുപറയണം. നമ്മുടെ പാപം ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും, സകല അനീതിയും പോക്കും, നമ്മളെ ശുദ്ധീകരിച്ചിട്ട് നമ്മളെ വിശ്വസ്തനും നീതിമാനും എന്നുള്ള പേരിട്ട് തരിക. ഇതെല്ലാ ദിവസവും എപ്പോഴും നടക്കുകയാണ്. ഈ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവൻ്റെ വചനം നമ്മിൽ ഇല്ലാതെ. ഇപ്പോൾ പാപം എന്ന് പറയുന്ന ജഡീക പാപങ്ങൾ കടന്നു വരുന്നുണ്ട്. കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം. ആ പാപത്തിന് ആ ചെറിയ പാപങ്ങൾ എന്ന് പറയാം. അതായത് വലിയ സിന്ന് നിത്യനരകത്തിൽ പോകുന്നു. അതല്ല, അത് യേശുവിനെ സ്വീകരിച്ചപ്പോൾ ആ നിത്യനരകം നമുക്ക് മാറി. എന്നേക്ക് ദാറ്റ് ജഡ്ജ്മെൻറ്റ് ഈസ് ഓവർ. പക്ഷെ അന്നുള്ള ചെറിയ ചെറിയ പാപങ്ങൾ കഴുകാൻ 1 യോഹന്നാൻ 1:9 എടുത്ത് ഉപയോഗിക്കണം. ഇത് ദിനം പ്രതി കഴുകി ശുദ്ധീകരിക്കണം. അതായത് ഇന്നലെ എടുത്ത പാത്രം, ഉരുളിയായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച പാത്രം, ഇന്നലെ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രം ഇന്ന് കഴുകാതെ ഉപയോഗിക്കാൻ വെക്കുമോ? അതുപോലെ തന്നെയാണ് ഇന്നലെ ഉപയോഗിച്ച ശരീരം ഇന്ന് കഴുകിയൊക്കത്തുള്ളൂ. ദേഹം ദേഹി ആത്മാവ് ശുദ്ധീകരിക്കാൻ ദൈവത്തിൻ്റെ വിശുദ്ധ രക്തത്തിന് കഴിയും. നമ്മളെ ഇതിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് കർത്താവുമായിട്ടൊരു നിരപ്പിൻ്റെ ആത്മാവാണ് ഇപ്പോൾ നമുക്ക് ദൈവം തരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിരപ്പിൻ്റെ ആത്മാവെന്ന് പറയുന്നത് നിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് കഴിയുമ്പോൾ, നിൻ്റെ വസ്ത്രം ഉടുത്ത് കഴിയുമ്പോൾ ഞങ്ങളെ ആരും കാണത്തില്ല. പിന്നെ നിൻ്റെ കൈയായിട്ടും കയലായിട്ടും വായായിട്ടും ശബ്ദമായിട്ടും ചെവിയായിട്ടും കണ്ണായിട്ടും ഞങ്ങൾ മാറുകയാണ്. അങ്ങനെ നിൻ്റെ നാമത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ എവിടെ നിന്നാലും അവിടെ നിൻ്റെ സാന്നിധ്യം, നിൻ്റെ വെളിച്ചം പകരുന്നതിനാൽ ആ വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് നിൽക്കത്തില്ല. കർത്താവേ, ഇരുട്ടിനെക്കാട്ടിലും ശക്തി വെളിച്ചത്തിന് തന്നെയാണ്. അങ്ങനെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, എന്നേക്കുമായിട്ടുള്ള ഇരുട്ട് ഞങ്ങളിൽ നിന്ന് മാറിയിട്ട് അന്നുള്ള പാപങ്ങളെ കർത്താവെ വിശുദ്ധ രക്തം കൊണ്ട് കഴുകി പറഞ്ഞു കഴിയുമ്പം ഞങ്ങളുടെ വിശ്വസ്തനും നീതിമാനുമെന്ന് എണ്ണിക്കഴിഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം. അറിഞ്ഞോ അറിയാതെയോ കയറി വരുന്ന പാപങ്ങളെ കഴുകാൻ ഒരു പ്രൊവിഷൻ, അല്ലെങ്കിൽ ഒരു ബാർ സോപ്പ് പോലെ ഒരു വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് എടുത്തുപയോഗിക്കുന്ന അപ്പച്ച. എന്നും കഴുകാൻ മറക്കല്ലേ അപ്പച്ച. അത് ചെറിയ സാരമില്ല എന്ന് പറഞ്ഞാൽ അത് മതി. ചെറുതിൽ കൂടെ കുറുനരികൾ കയറി വരുമല്ലോ. അതുകൊണ്ട് ആ വാതിലെല്ലാം അപ്പച്ചനെന്ന് അടച്ചിട്ട് ശുദ്ധീകരിച്ച് വെടിപ്പാക്കി ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും പുതിയതാക്കി സൃഷ്ടിക്കണമേ, ശുദ്ധീകരിക്കണമേ, കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥൻ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.